ഹലോ ഫ്രണ്ട്സ്, സുനീറാസ് ബാംഗ്ലൂർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ ഉപ്പുമാവ് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ: റവ 1 ഗ്ലാസ്, എണ്ണ 3 ടേബിൾ സ്പൂൺ, വെള്ളം 1.5 ഗ്ലാസ്. ഏത് അളവിലാണോ നിങ്ങൾ റവ എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളവും എടുക്കണം. വലിയ ഉള്ളി 1 ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില 2 തണ്ട്, കടുക് 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഉപ്പുമാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടിയാണ് വേണ്ടത്. ഇതുപോലെ ഒരു പിഞ്ച് നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല പോലെ പൊട്ടി വരണം. ഇപ്പോൾ കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ സോഡാപ്പൊടി ഇതുപോലെ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കട്ട പിടിക്കുകയും ഇല്ല. അതുപോലെ ചൂടാറിയാലും നല്ല സോഫ്റ്റായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെക്കണം. ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ നമുക്ക് മൂടി വെക്കണം. ഈ ആവിയിൽ ഇതൊന്നും കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.